ഞാൻ നാസർ മാനു, വളാഞ്ചേരി പാണ്ടികശാല കണ്ണമ്പറമ്പിൽ മുസ്തഫ എന്ന സഹോദരനാണ് നമ്മുടെ മുന്നിലുള്ളത്. നല്ല ആരോഗ്യവാനായിരുന്ന ഈ സഹോദരന് പെട്ടെന്നാണ് അദ്ദേഹത്തിന് പനി പിടിക്കുകയും വയറ്റിലൊരു മുഴ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ തൃശ്ശൂർ അദ്ദേഹം ചികിത്സ നടത്തുകയാണ്. ഇപ്പോൾ ചികിത്സയ്ക്ക് പോകാനും സാമ്പത്തികമില്ല, സ്വന്തമായിട്ട് വീടില്ല, ഒരു കുഞ്ഞു കുട്ടിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു അവസ്ഥയിലാണ് പാവം മനുഷ്യൻ. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ, ചികിത്സിച്ചാൽ ആ സഹോദരന് ജീവിതത്തിലേക്ക് എത്തും, ആ കുടുംബത്തിന് അത്താണിയെ അദ്ദേഹം ഉണ്ടാവും. നാളെ നമ്മളെ സ്ഥിതി എന്താണെന്ന് പടച്ച റബ്ബിനെ അറിയുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് ഈ സഹോദരനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ കാണാൻ വയ്യ. ഈ കിടത്തം തന്നെയാണ്, അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. മുസ്തഫ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് കാരണം എനിക്കൊരു പിഞ്ചു കുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണുള്ളത്. പിന്നെ ഭാര്യയ്ക്ക് അവർ നോക്കണം. പിന്നെ എനിക്കാരുമില്ല, അതാരും കാര്യമായിട്ടില്ല. ജീവിക്കാൻ പൂതികൊണ്ടാണ്. നിങ്ങളെന്നെ സഹായിക്കണം. പടച്ചവൻ്റെ വാക്ക് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ദ്വാരക്കും. അള്ളാഹ്ക്ക് വേണ്ടി എപ്പോഴും എൻ്റെ ദ്വാ നിങ്ങൾക്കുണ്ടാവും. എനിക്ക് തീരെ വലുതാ, നിങ്ങൾക്ക് സഹായിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനത്തെ സ്ഥിതിയാണുള്ളത്. ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല. മുസ്തഫ, അള്ള വലിയവനല്ലേ ഏട്ടാ. എൻ്റെ കുട്ടിൻ്റെ ഈ അസുഖമൊക്കെ മാറും, ജീവിതത്തിലേക്ക് എത്തും, എൻ്റെ കുടുംബത്തിനെ പോറ്റാനുള്ള എല്ലാ വഴിയും എനിക്കുണ്ടാവും കേട്ടാ. നിങ്ങളെല്ലാം സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സഹായിക്കുന്നു. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പാണ്ഡ്യശാല, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പാണ്ഡ്യശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണമ്പറമ്പിലെ മുസ്തഫ എന്ന വ്യക്തിയാണ് ഈ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. വളരെ ആരോഗ്യവാനായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവനക്ക് ഒരു വയറുവേദന അനുഭവപ്പെടുകയും അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുകയും ചെയ്തു. പിന്നീടാണ് വ്യക്തമായിട്ട് അറിയുന്നത് അവൻ്റെ അസുഖം ക്യാൻസറാണ് ഉള്ളത്. കൂലിപ്പണി ചെയ്ത് സെൻട്രിങ്ങിൻ്റെ ഒക്കെ വർക്ക് ചെയ്ത് കുടുംബം പോറ്റിയിരുന്നൊരു വ്യക്തിയാണ്. നല്ല ആരോഗ്യവാനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയ. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം രോഗം ചികിത്സിക്കുക എന്നതിനു കൂടെ അദ്ദേഹത്തിന് തൊട്ടടുത്ത് ഒരു വീടിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്നൊന്ന് പൂർത്തീകരിച്ച് അതിലേക്കൊന്ന് മാറണം, എനിക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും കുട്ടിക്കുന്ന് മുസ്തഫ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എത്രയോ പൈസ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മുസ്തഫാൻ്റെ ഈ ഒരു വീട് നിർമ്മാണത്തിനും ചികിത്സക്കും നിങ്ങളുടെ പരമാവധി സഹായം ഉണ്ടാവണം. ഞങ്ങൾ നാട്ടുകാർ പരമാവധി സഹകരിച്ചുകൊണ്ട് വീടിൻ്റെ ഒരു സ്ട്രക്ചറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നിലമ്പണി, തേപ്പ്, അതുപോലെയുള്ള കുറേ പണികൾ, അതുപോലെ അവൻ്റെ ചികിത്സക്കും സംഖ്യ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഒക്കെ ദയവുണ്ടായിട്ട് മുസ്തഫാൻ്റെ ഈ ചികിത്സക്കും വീട് നിർമ്മാണത്തിനും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. മുസ്തഫാൻ്റെ ഭാര്യയുടെ പേരിലാണ് അക്കൗണ്ട് നമ്പർ. ഇൻഷാ അല്ലാഹ് നമ്മളിലാണ് ആകെ പ്രതീക്ഷ ആ പാവപ്പെട്ട കുടുംബത്തിന്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, നേരത്തെ ആരോഗ്യവാനായ അദ്ദേഹം ഇപ്പം ഈ ഗതിയിലാണ് കിടക്കുന്നത്. നാളെ നമ്മളെ സ്ഥിതി എന്താണെന്ന് പടച്ചവനെ അറിയുള്ളൂ. ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ആ കുടുംബം ജീവിതത്തിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ വാർഡ് മെമ്പറെ ഫോൺ നമ്പറും മുസ്തഫാൻ്റെ വീട്ടിലെ നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മുസ്തഫാൻ്റെ മോനാണ് നമ്മളെ മുന്നിലുള്ളത്. ആ പറഞ്ഞു. ഇവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. എല്ലാവരും മുസ്തഫാക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടും സഹായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മളൊക്കെ സപ്പോർട്ടും സഹായം ഉണ്ടെങ്കിൽ ആ സഹോദരൻ ജീവിതത്തിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്.